നമസ്കാരം. സിറ്റുവേഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി കർഷക സംഘടനകൾ. വനം മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ മണ്ഡലത്തിൽ പൊതുസ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെന്ന റസാഖ് ചൂരവേലി സിറ്റുവേഷനോട്. കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ അംഗീകരിച്ചത് UDF ആണെന്നും റസാഖ്. വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചു. ഇതോടെ ഓരോ മണ്ഡലത്തിലെയും തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. പുഴയുടെ കുറുകെ ചെക്ക് ഡാം നിർമ്മിക്കുന്ന പ്രവൃത്തിയിൽ കരാറുകാരന്റെ അനാസ്ഥയിൽ 60ഓളം വീട്ടുകാരുടെ കുടിവെള്ളം പ്രതിസന്ധിയിൽ. വാത്തിക്കുടി പഞ്ചായത്തിലെ ചെമ്പകപ്പാറ ചപ്പാത്തുംപടി കുടിവെള്ള പദ്ധതിയിലുള്ള ഉപഭോക്താക്കൾക്കാണ് വേനൽ കടുത്തതോടെ വെള്ളത്തിന് ക്ഷാമം നേരിട്ടിരിക്കുന്നത്. മൂന്നാറിൽ വീണ്ടും ഭീതി പരത്തി പടയപ്പയുടെ പരാക്രമം. കാറിന് നേരെയുണ്ടായ കാട്ടാനാക്രമണത്തിൽ നിന്നും വാഹനയാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു വാഹനയാത്രികർക്ക് നേരെ കാട്ടാനാക്രമണമുണ്ടായത്. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കി കർഷക സംഘടനകൾ. പട്ടയ വിഷയങ്ങളും വനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു. സമരങ്ങളെ നിഷേധത്തോടെയാണ് സർക്കാർ കണ്ടതെന്ന അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലി കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിലെത്തിക്കുമെന്നും റസാഖ് ചൂരവേലി സിറ്റുവേഷനോട് പറഞ്ഞു. വനം മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ മണ്ഡലത്തിൽ പൊതുസ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. സുമിനസ് നെടുങ്ങാടാണ് എ.കെ. ശശീന്ദ്രനെതിരെ മത്സരിക്കുക. എല്ലാ ജില്ലകളിലും സർക്കാരിനെതിരായ പ്രചാരണം ഉണ്ടാകുമെന്നും 3 മുന്നണികളുടെയും പ്രകടന പത്രിക പരിശോധിച്ച നിലപാടെടുക്കും. കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ അംഗീകരിച്ചത് UDF ആണ്. അക്കാര്യങ്ങൾ പ്രകടന പത്രികയിലുണ്ടായാൽ UDFന് പരസ്യ പിന്തുണ നൽകുമെന്നും റസാഖ് ചൂരവേലിൽ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടത് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള റവന്യൂ നിയമങ്ങൾ, അതുപോലെ തന്നെ വനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പട്ടയ പ്രശ്നങ്ങൾ, നിർമ്മാണ നിരോധനം അടക്കമുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ ഇപ്പോഴും അത് യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് ഈ ഒട്ടനവധി സമര പരിപാടികളെ ഇത്ര നിഷേധത്തോടെ കണ്ട ഒരു കാലഘട്ടം പോലും കേരള ചരിത്രത്തിനുണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഇലക്ഷനിൽ ഇക്കാര്യങ്ങൾ തുറന്ന് ജനസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരാനാണ് ഞങ്ങൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വനം വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ്റെ മണ്ഡലത്തിൽ, എലത്തൂർ മണ്ഡലത്തിൽ ഞങ്ങൾ പൊതുവായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. സുമിൻ എസ് നെടുങ്ങാടൻ. അദ്ദേഹം കോഴിക്കോടുകാരനാണ്. എന്നതുപോലെ തന്നെ ഓരോ ജില്ലയിലും കർഷക പ്രസ്ഥാനങ്ങൾ ഉയർത്തിയ മാനുഷിക സാമൂഹിക പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാത്ത ഈ സർക്കാരിനെ തുറന്നു കാണിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് 3 മുന്നണികളുടെയും പ്രകടന പത്രികകൾ പരിശോധിക്കാനും നിലപാടുകൾ പരിശോധിക്കാനും തുടർന്ന് വ്യക്തമായ ഒരു നിലപാടിലേക്ക് വരുന്ന ആഴ്ചയോടുകൂടി എത്താനുമാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. നമ്മളിപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രാദേശികമായി മലയോരം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, സ്റ്റേറ്റ് ലെവലിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ പരിഹാരമായിട്ട് നമ്മൾ വച്ച നിർദ്ദേശങ്ങളെ സമ്പൂർണ്ണമായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് UDF ആണ്. അത് അവരുടെ പ്രകടന പത്രികയിൽ വരികയും കൂടി ചെയ്താൽ തീർച്ചയായിട്ടും ഒരു പരസ്യ പിന്തുണയ്ക്ക് തന്നെ തയ്യാറാകുന്ന സാഹചര്യമാണ് ഉള്ളത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ്, സ്വതന്ത്ര കർഷക സംഘടനകൾ ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വെല്ലുവിളി ഉയർത്തുകയാണോ? എന്താണ് വിവരങ്ങൾ? വിഷ്ണുപ്രിയ, തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി കർഷക സംഘടനകൾ അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കർഷക സംഘടനകൾ, ഈ സ്വതന്ത്ര കർഷക സംഘടനകൾ അതിജീവന പോരാട്ട വേദി അടക്കം അവരുടെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. എന്തായിരുന്നാലും UDFന് അനുകൂലമായ ഒരു നിലപാടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ അവർ ആ കാര്യം വ്യക്തമാക്കിയതാണ്. ഈ നിലവിലുണ്ടായിരുന്ന കേരളത്തിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങളും പട്ടയ വിഷയങ്ങളും അതേപടി നിലനിൽക്കുന്നു എന്ന വാദമാണ് ഇപ്പോഴും ഈ സ്വതന്ത്ര കർഷക സംഘടനകൾ ഉന്നയിക്കുന്നത്. നിയമ ഭേദഗതി അടക്കം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ പോലും അതൊന്നും ശാശ്വതമായൊരു പരിഹാരമല്ല, അതെല്ലാം നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ വനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള, വനം വകുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആകെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അതിജീവന പോരാട്ടവേദി അടക്കമുള്ള കർഷക സംഘടനകൾ ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അവർ കൃത്യമായ നിലപാടാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായിരുന്നാലും സർക്കാരിൻ്റെതായിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്
സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പ്രചാരണവുമായി മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് അതിജീവന പോരാട്ടവേദി അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിജീവന പോരാട്ടവേദിയുടെ റസാഖ് ചൂരവേലി നൽമോട് ആ കാര്യം വിശദമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്, ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിലടക്കം വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായിരുന്നു. വന്യജീവി ആക്രമണം, അതുപോലെ തന്നെ ഈ ആക്രമണങ്ങളിൽ പരിക്കേറ്റവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ, വനവ്യാപ്തി വർദ്ധിപ്പിക്കുവാനുള്ള നീക്കം, ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അതിജീവന പോരാട്ടവേദി അടക്കമുള്ള സ്വതന്ത്ര കർഷക സംഘടനകൾ കാലങ്ങളായി സമരത്തിലുണ്ടായിരുന്നത്. എന്നാൽ ആ സമരങ്ങളോടെല്ലാം മുഖം തിരിക്കുന്ന നിലപാടാണ് സർക്കാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്നത്. അക്കാര്യങ്ങളെല്ലാം ജനങ്ങളുമായി സംവദിക്കും, തുറന്നു കാണിക്കുമെന്ന് പറയുന്നു. ഏറ്റവും പ്രധാനമായി വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ മണ്ഡലത്തിൽ ഒരു പൊതു സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സ്വതന്ത്ര കർഷക സംഘടനകൾ. അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിൽ അതാത് വിഷയങ്ങൾ, ഓരോ ജില്ലയെയും ബാധിക്കുന്ന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക എന്ന് വ്യക്തമാക്കുന്നു. ക്ഷമിക്കണം. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം അവർ പറയുന്നത്, UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഈ കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമെന്ന ഉറപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ അവരിപ്പോൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ UDF അധികാരത്തിലെത്തിയാൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കും, ഇല്ലെങ്കിൽ സ്വതന്ത്ര കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ പൂർണ്ണതോതിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് UDF ആണ്, കോൺഗ്രസ് ആണ്. ആ കാര്യങ്ങളെല്ലാം തന്നെ UDFന്റെ ഈ പ്രകടന പത്രികയിൽ കൂടി ഉണ്ട് എങ്കിൽ അതൊരു ഉറപ്പായി തന്നെയാണ് അപ്പോൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു ഉറപ്പുണ്ടായി കഴിഞ്ഞാൽ UDFന് പരസ്യമായ പിന്തുണ നൽകുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങളിലേക്ക് ഈ അതിജീവന പോരാട്ടവേദി അടക്കമുള്ള കർഷക സംഘടനകൾ നിലപാടെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ മൂന്ന് മുന്നണികളുടെയും പ്രകടന പത്രികകളെ വിശദമായി പരിശോധിക്കും. ആ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുമ്പോട്ടുള്ള നിലപാട് ഓരോ ജില്ലകളിലും സ്വീകരിക്കുക എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് സ്വതന്ത്ര കർഷക സംഘടനകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിൽക്കുന്നില്ല. അത് UDFന് അനുകൂലമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിരോധം തീർത്ത് പ്രചരണ രംഗത്ത് സജീവമായി തന്നെ എല്ലാ ജില്ലകളിലും സ്വതന്ത്ര കർഷക സംഘടനകൾ ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് കൂടി, ഇല്ലെങ്കിൽ തീരുമാനം കൂടി നമ്മളെ അറിയിക്കുകയാണ് റസാഖ് ചൂരവേലി അടക്കമുള്ള സ്വതന്ത്ര കർഷക സംഘടനാ നേതാക്കൾ. വിഷ്ണുപ്രിയ. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്ദീപ് രാജാക്കർ. വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി റോയി K പൗലോസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരി ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. കൊലുമ്പൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് UDF സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാൻ എത്തിയത്. DCC പ്രസിഡന്റ് CP മാത്യു, AICC അംഗം EM അഗസ്തി, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി TA സലീം എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരി ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥിന് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്, വൈസ് പ്രസിഡന്റ് P രാജൻ, ഷാജി നെല്ലിപ്പറമ്പിൽ എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു. പീരുമേട് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തിയാണ് പത്രിക നൽകിയത്. ഇത് 3ാം തവണയാണ് സിറിയക് തോമസ് പീരുമേട്ടിൽ നിന്ന് മത്സരിക്കുന്നത്. ഉടുമ്പൻചോലയിലെ UDF സ്ഥാനാർത്ഥി സേനാപതി വേണു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. KPCC മീഡിയ വക്താവാണ്. 2ാം തവണയാണ് വേണു ഉടുമ്പൻചോലയിൽ ജനവിധി തേടുന്നത്. 2016 MM മണിയോട് പരാജയപ്പെട്ടു. ഉടുമ്പൻചോല തഹസിൽദാർ സജീവ് എസിനാണ് പത്രിക സമർപ്പിച്ചത്. ഉടുമ്പൻചോലയിൽ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉടുമ്പൻചോല തഹസിൽദാർ സജീവ് എസിനാണ് പത്രിക സമർപ്പിച്ചത്. 2 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റും സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണുമാണ് സംഗീത. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ മത്സരിച്ചിരുന്നു. 2016 BDJSലൂടെ ഉടുമ്പൻചോലയിൽ NDA ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതോടെ ജില്ലയിൽ BJPയും NDAയും വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്. ഇപ്രാവശ്യം BJPക്ക് തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടാകും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടെ പാർട്ടിക്ക് എത്രമാത്രം വളർച്ചയുണ്ടെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ദേവികുളം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുടെ ആളുകൾക്കിടയിലെ സ്വാധീനം പാർട്ടിക്കും മുന്നണിക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നതാണെന്നും BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കി.
ഇപ്പം നമ്മൾ എല്ലാവരും വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയും പ്രതീക്ഷയോടും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പാർട്ടിക്ക് നല്ലൊരു വിജയം ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനുകളോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് പാർട്ടിയുടെ വളർച്ച എത്രത്തോളം ഉണ്ടെന്നുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം പാർട്ടി നല്ല നല്ല സീറ്റുകൾ പിടിച്ച് തന്നെ പാർട്ടിയുടേതായിട്ടുള്ള ഒരു വ്യക്തമായ എന്താ പറയുക ഒരു വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കൊണ്ടുവരുമെന്നുള്ളതാണ് പാർട്ടിയുടെ ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നമ്മൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ സാധാരണക്കാരിലേക്കും എത്തിയിട്ടുള്ള ഒരു മുൻ MLA യും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായ സ്വാധീനമുണ്ട് ഈ മേഖലയിൽ. അദ്ദേഹത്തിൻ്റെ നാടാണ്, അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലമാണ്. അതുമാത്രമല്ല ഇവിടുത്തെ ഓരോ എന്താ പറയണേ ഓരോ മേഖലയിലുള്ള, അതായത് തോട്ടം തൊഴിലാളി മേഖലയിലുള്ള ആളുകളിൽ അദ്ദേഹത്തിന് വ്യക്തമായ സ്വാധീനമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്ക് നല്ല ഒരു ലീഡോടുകൂടിയുള്ള വിജയം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഇപ്പം പാർട്ടിയിലെ എല്ലാ നേതൃത്വത്തിനുൾപ്പെടെ എല്ലാ അണികൾക്കും എല്ലാവർക്കുമുണ്ട്. ദേവികുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം പ്രവർത്തകർ മൂന്നാറിൽ റോഡ് ഷോയും സ്ഥാനാർത്ഥിക്ക് സ്വീകരണവും ഒരുക്കി. റോഡ് ഷോയുടെ ഭാഗമായി നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. കഴിഞ്ഞ 20 വർഷമായി ദേവികുളം മണ്ഡലത്തിൽ വികസനമൊരിടണമെന്നും ഇതിനെതിരെ ഇത്തവണ ജനം UDFനെ മണ്ഡലത്തിൽ വിജയിപ്പിക്കുമെന്നും UDF സ്ഥാനാർത്ഥി F. രാജ പറഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി ഇടത്തോട്ട് ചാഞ്ഞു നിൽക്കുന്ന ദേവികുളത്തെ തിരികെ പിടിക്കാൻ ഇത്തവണ മണ്ഡലത്തിലെ UDF പ്രവർത്തകരും നേതാക്കളും പഴുതടച്ച പ്രചാരണത്തിനാണ് രൂപം നൽകിയിട്ടുള്ളത്. F. രാജയെ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മുതൽ സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ഊർജിതമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുമ്പോട്ടു പോകുന്നത്. F. രാജയുടെ പ്രചരണാർത്ഥം UDF പ്രവർത്തകർ മൂന്നാർ ടൗണിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥിക്ക് നൽകിയ സ്വീകരണത്തിലും പ്രകടനത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കഴിഞ്ഞ 20 വർഷമായി ദേവികുളം മണ്ഡലത്തിൽ വികസനമൊരിടപ്പെന്നും ഇതിനെതിരെ ഇത്തവണ ജനം UDFനെ മണ്ഡലത്തിൽ വിജയിപ്പിക്കുമെന്നും UDF സ്ഥാനാർത്ഥി F. രാജ പറഞ്ഞു. ജനങ്ങൾ എന്നെ ജയിപ്പിച്ചിരിക്കും. ഈ ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 20 വർഷമായിട്ട് ഒരു വികസനമില്ല ഇവിടെ. UDFിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥി ഒരു ഉറപ്പാ. തലവർ திரு AK മണിയുടെ ആശീർവാദം എനിക്കുണ്ട്. ഇവിടെ ഉള്ള ദേവികുളം മണ്ഡലത്തിലുള്ള ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുക്കുന്ന പക്ഷത്തിൽ ഇവിടെ ഉള്ള പാവപ്പെട്ട തൊഴിലാളിക്ക് കഴിഞ്ഞ 20 വർഷക്കാലമായി ഇടത്തോട്ട് ചേർന്നാണ് മണ്ഡലത്തിന്റെ നിൽപ്പെങ്കിലും അതിനു മുമ്പുള്ള 15 വർഷക്കാലം UDFന്റെ കൈവശമായിരുന്നു മണ്ഡലമുണ്ടായിരുന്നത്. മണ്ഡല രൂപീകരണത്തിന് ശേഷം LDFും UDFും മാറി മാറി കൈവശം വെച്ച മണ്ഡലമെന്ന നിലയിൽ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുള്ള പ്രചാരണത്തിലൂടെ മണ്ഡലം ഇത്തവണ തിരികെ പിടിക്കാമെന്ന പ്രതീക്ഷ UDFനുണ്ട്. സിറ്റി വിഷൻ, മൂന്നാർ. ദേശീയ തലത്തിൽ സഹായമുള്ള ഒരു ഭരണമുണ്ടായാൽ മാത്രമേ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഇടുക്കിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂവെന്ന ദേവികുളം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി S. രാജേന്ദ്രൻ. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നിരവധിയുണ്ട്. വന്യജീവി വിഷയവും തോട്ടം തൊഴിലാളികളുടെ പാർപ്പിട വിഷയവുമെല്ലാം പരിഹരിക്കേണ്ടതായുണ്ട്. 50,000 വീടെങ്കിലും തോട്ടം ആദിവാസി മേഖലയിൽ വെച്ച് നൽകേണ്ടതുണ്ട്. ഇടുക്കിയിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ വളരെ പ്രധാനമാണെന്നും S. രാജേന്ദ്രൻ ദേവികുളത്ത് പറഞ്ഞു. ദേശീയ തലത്തിൽ ഇടുക്കി ജില്ലയിലും ഈ പ്രദേശത്തുമുള്ള സങ്കീർണതയുള്ള പ്രശ്നങ്ങൾ ദീർഘകാലമായി പരിഹാരം കാണാതെ കിടക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ മാറ്റം. അപ്പോൾ ചർച്ചകൾ രാഷ്ട്രീയമായി ആ നിലയിലേക്ക് ഉയരണം. ഇപ്പം റോഡാകട്ടെ, വന്യജീവികളുടെ പ്രശ്നമാകട്ടെ, തോട്ടം തൊഴിലാളികളുടെ പാർപ്പിടവും അവരുടെ താമസ സൗകര്യവുമാകട്ടെ,
സാധാരണക്കാരുടെ ആദിവാസി മേഖലയാണേലും തോട്ടം മേഖലയാണേലും മറ്റ് വീടുകളില്ലാത്തവരുടെ ആണേലും ഒരു 50,000 വീടെങ്കിലും അത്യാവശ്യമായി പ്രദേശത്ത് എത്തിക്കേണ്ടതുണ്ട്. ജാതി സർട്ടിഫിക്കറ്റ് പ്രശ്നം വലിയ പ്രശ്നമാണ്. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയുടെ പ്രശ്നം അത് ഈ 5 വർഷം കൊണ്ട് ഉടലെടുത്ത പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് കേരളത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല ഇത്. ഏത് മുന്നണി വന്നാലും കഴിഞ്ഞ കാലങ്ങളെ സംബന്ധിച്ച് പരാമർശം ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇനി എന്തു വന്നാലും ദേശീയ തലത്തിൽ സഹായമുള്ള ഒരു ഭരണമുണ്ടായാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉടനീളം പരിഹരിക്കാനാവുക. ഇനി ചെറിയൊരിടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. പുഴയുടെ കുറുകെ ചെക്ക് ഡാം നിർമ്മിക്കുന്ന പ്രവൃത്തിയിൽ കരാറുകാരന്റെ അനാസ്ഥയിൽ 60ഓളം വീട്ടുകാരുടെ കുടിവെള്ളം പ്രതിസന്ധിയിൽ. വാത്തിക്കുടി പഞ്ചായത്തിലെ ചെമ്പകപ്പാറ ചപ്പാത്തുംപടി കുടിവെള്ള പദ്ധതിയിലുള്ള ഉപഭോക്താക്കൾക്കാണ് വേനൽ കടുത്തതോടെ വെള്ളത്തിന് ക്ഷാമം നേരിട്ടിരിക്കുന്നത്. കരാറുകാരൻ സമയത്തിന് ചെക്ക് ഡാമിന്റെ പണി പൂർത്തീകരിക്കാത്തതിനാലാണ് കുളം വറ്റിയതെന്ന ആരോപണമാണ് നാട്ടുകാർക്കുള്ളത്. 20 വർഷം മുൻപ് ആരംഭിച്ചതാണ് വാത്തിക്കുടി പഞ്ചായത്തിലെ ചെമ്പകപ്പാറ ചപ്പാത്തുംപടി കുടിവെള്ള പദ്ധതി. ചിന്നാർ പുഴയെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ കുളം നിർമ്മിച്ചിരിക്കുന്നത്. പുഴയിലെ ജലം കുളത്തിലേക്ക് കടത്തിവിട്ട് ശുദ്ധീകരിച്ചാണ് 60ഓളം കുടുംബങ്ങൾ ഉപയോഗിച്ചു വന്നിരുന്നത്. വേനലായാൽ പുഴയിലെ വെള്ളം താഴുന്നതിനാൽ പുഴയിലുള്ള പാറകളെ ബന്ധിപ്പിച്ച് മണൽച്ചാക്കുകൾ അടുക്കി വെള്ളം തടഞ്ഞു നിർത്തി ജലത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച് കുളത്തിലേക്ക് കടത്തിവിട്ടാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. മഴക്കാലത്ത് പുഴയിൽ വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ച് മണൽച്ചാക്കുകൾ ഒഴുകിപ്പോകുന്നതിനാൽ എല്ലാ വർഷവും ഈ പ്രവൃത്തി തുടർന്നു പോരുകയായിരുന്നു. ഈ ബുദ്ധിമുട്ടുകൾ 3 വർഷം മുമ്പ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നാട്ടുകാരുടെ ആവശ്യപ്രകാരം പുഴയ്ക്ക് കുറുകെ 1.5 മീറ്റർ ഉയരത്തിൽ ഒരു ചെക്ക് ഡാം നിർമ്മിക്കുവാൻ തീരുമാനിക്കുകയും ഇതിനായി 87 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത നാട്ടുകാരൻ കൂടിയായ കരാറുകാരൻ കഴിഞ്ഞ വർഷം മുതലാണ് പണി ആരംഭിച്ചത്. എന്നാൽ പുഴയുടെ ഇരുകരകളെയും ബന്ധിപ്പിക്കുവാനുള്ള കോൺക്രീറ്റ് പണികൾ പൂർത്തിയാക്കി പുഴയിലെ ഉയർന്നു നിന്നിരുന്ന പാറകൾ പൊട്ടിച്ചു മാറ്റിയതിനു ശേഷം ഒരു അറിയിപ്പുമില്ലാതെ പണി നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. ചെമ്പപ്പാറ ചപ്പാത്തുംപടി കുടിവെള്ള പദ്ധതിയുടെ പ്രസിഡന്റാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങൾക്ക് ജലക്ഷാമം മൂലം ഒരു നിവൃത്തിയില്ലാതെ വർഷങ്ങളായി ഞങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വേനൽക്കാലത്ത് വെള്ളം കുറഞ്ഞ് കഴിയുമ്പോഴത്തേനും മണൽച്ചാക്ക് അടിക്കുകയാണ് കിട്ടുന്നത്. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ സാറ് ഞങ്ങൾക്ക് ഒരു 87 ലക്ഷം രൂപ അനുവദിച്ചു തരികയും അതിൻ്റെ പണികൾ അതായത് 3 വർഷക്കാലം ആയിട്ട് തുടങ്ങി ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് ഈ 57 കുടുംബക്കാർക്ക്, അതായത് ഇവിടെ പാവപ്പെട്ടവരുണ്ട്, ഒരു നിവൃത്തിയില്ലാത്തവരുണ്ട്, ജലക്ഷാമം ഏറ്റവും രൂക്ഷമായ ഒരു പ്രദേശമാണ്. അത് എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തീകരിച്ച് ഇത്രയും ഞങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചേരാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ ആവശ്യപ്പെടാനുള്ളത്.
പുഴയിലെ പാറകൾ പൊട്ടിച്ചു മാറ്റിയതോടെ മണൽച്ചാക്കുകൾ അടുക്കി താൽക്കാലിക തടയണ നിർമ്മിക്കുവാനുള്ള വഴിയും തടസ്സപ്പെട്ടു. വലിയ കുന്നിന് മുകളിലാണ് ഈ പദ്ധതിയുടെ ഉപഭോക്താക്കൾ എന്നതിനാൽ വാഹനത്തിൽ വെള്ളം എത്തിക്കുവാനും വലിയ ബുദ്ധിമുട്ടാണ്. നിലവിൽ ഇപ്പോൾ ഈ ആറ്റിലെ വെള്ളം താന്നു പോയതുകൊണ്ട് കിണറ്റിൽ ഒട്ടും വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ ഈ വെള്ളം ഇപ്പം നമുക്ക് താരതമ്യം അടിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. അപ്പോൾ ഇന്നലെ മുതൽ ഈ കുടിവെള്ള പദ്ധതി നിന്നിരിക്കുകയാണ്. അതിന് പല ആവർത്തി മെമ്പർ ഉൾപ്പെടെ ഉള്ള ആൾക്കാരെ കൊണ്ട് നമ്മൾ സംസാരിപ്പിച്ചാണ്. പുള്ളി ഇതുവരെ ഇതിനെക്കുറിച്ചൊരു ശാശ്വതമായ പരിഹാരം പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ എത്രയും വേഗം ആൾക്കാരെല്ലാം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ കുടിവെള്ള പദ്ധതി നമുക്ക് പുള്ളിയോട് വേറെ വൈരാഗ്യ കാര്യങ്ങളൊന്നുമില്ല. എത്രയും വേഗം ഒന്നി തടയണ കെട്ടി വെള്ളം തടഞ്ഞു നിർത്തി തൽക്കാലമായി നമുക്ക് തരികയും പുള്ളി വർക്ക് ചെയ്യുകയും ചെയ്തോട്ടെ. അതിനകത്ത് നമുക്കൊരു ഒബ്ജക്ഷനും ഇല്ല. പക്ഷേ പുള്ളി അതിനകത്തിൽ ഒരു മര്യാദ ഇതുവരെയും കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഈ നാടിൻ്റെ പരിഹാരം കണ്ടെത്തി ഞങ്ങൾക്ക് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കുടിവെള്ളം സജ്ജമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബന്ധപ്പെട്ട അധികാരികൾ സാധാരണക്കാരായ തങ്ങളുടെ ദുരിതം കാണണമെന്നും എത്രയും വേഗം ചെക്ക് ഡാമിന്റെ പണികൾ പൂർത്തീകരിക്കുവാൻ കരാറുകാരന് സമ്മർദ്ദം ചെലുത്തുകയോ കരാർ മാറ്റി നൽകുകയോ ചെയ്ത് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി. മൂന്നാറിൽ വീണ്ടും ഭീതി വരുത്തി പടയപ്പയുടെ പരാക്രമം. കാറിന് നേരെയുണ്ടായ കാട്ടാനാക്രമണത്തിൽ നിന്നും വാഹനയാത്രകർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു വാഹനയാത്രകർക്ക് നേരെ കാട്ടാനാക്രമണം ഉണ്ടായത്. മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ തലയാറിന് സമീപം വെച്ചാണ് വാഹനയാത്രികർക്ക് നേരെ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണമുണ്ടായത്. കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. യാത്രാമധ്യേ വാഹനയാത്രികർ ആനയുടെ മുമ്പിൽ പെടുകയായിരുന്നു. ആന വാഹനത്തിന് നേരെ നടന്നെടുക്കുകയും ആക്രമിക്കുകയുമാണ് ഉണ്ടായത്. ഈ സമയം മറ്റ് യാത്രക്കാരും റോഡിലുണ്ടായിരുന്നു. ആന കാർ ആക്രമിച്ചതോടെ മറ്റ് വാഹനയാത്രികർ ബഹളമുണ്ടാക്കി. ഇതിനിടെ കാർ മുമ്പോട്ടെടുത്ത യാത്രക്കാർ രക്ഷപ്പെടുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ മദപ്പാടിലായിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ പടയപ്പ റോഡിലിറങ്ങി വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയത്. സിറ്റി വിഷൻ, മൂന്നാർ. 2018 പ്രളയത്തിൽ തകർന്ന പഴയ മൂന്നാറിൽ ഹൈറേഞ്ച് ക്ലബിന് സമീപമുണ്ടായിരുന്ന പാലത്തിന് പകരം പുതിയ പാലം ഒരുങ്ങുന്നു. MB ഫണ്ടിൽ നിന്നും 70 ലക്ഷത്തിലധികം രൂപയും മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 15 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. പാലത്തിന്റെ നിർമ്മാണ ജോലികൾ അവസാന ഘട്ടത്തിലെത്തി. അധികം വൈകാതെ പാലം യാത്രക്കായി തുറന്നു നൽകാനാകും. 2018 പ്രളയത്തിലായിരുന്നു പഴയ മൂന്നാറിൽ ഹൈറേഞ്ച് ക്ലബിന് സമീപമുണ്ടായിരുന്ന പാലം തകർന്നത്. ചൊക്കനാടിനെയും പഴയ മൂന്നാറിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പാലമായിരുന്നു ഒഴുകിപ്പോയത്. പാലമില്ലാതായതോടെ ഈ പാലത്തെ ആശ്രയിച്ച് യാത്ര നടത്തിയിരുന്ന കുടുംബങ്ങൾക്ക് യാത്രാക്ലേശം വർദ്ധിച്ചു. പാലത്തിലൂടെ എളുപ്പത്തിൽ ടൗണിലെത്തിയിരുന്ന കുടുംബങ്ങൾക്ക് യാത്രയ്ക്കായി അധിക ദൂരം സഞ്ചരിക്കേണ്ട സ്ഥിതിയായി. ആവശ്യങ്ങൾക്കൊടുവിൽ MB ഫണ്ടിൽ നിന്നും 73 ലക്ഷം രൂപ വകയിരുത്തി തൂക്കുപാലത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു. തുക മതിയാകാതെ വന്നതോടെ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗം മണിമൊഴി 15 ലക്ഷം രൂപയും പാലത്തിന്റെ നിർമ്മാണത്തിനായി അനുവദിച്ചു. പാലത്തിന്റെ നിർമ്മാണ ജോലികൾ അവസാന ഘട്ടത്തിലെത്തി. അധികം വൈകാതെ പാലം യാത്രയ്ക്കായി തുറന്നു നൽകാനാകും. പഞ്ചായത്ത് ചൊക്കനാട് എസ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ആട്ടുപാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 2 ആഴ്ചയ്ക്കൂടെ പൂർത്തീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് MB ഫണ്ട് 71 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ മണിമ്പുഴി നമ്പറുടെ വാർഡിൽ 15 ലക്ഷം രൂപയുടെ ഉൾപ്പെടുത്തിയാണ് പാലം പണി പൂർത്തീകരിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ചൊക്കനാട് മേഖലയിലെ കുടുംബങ്ങളുടെ പഴയ മൂന്നാർ ടൗണിലേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാകും. സ്കൂൾ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ വേഗത്തിൽ ടൗണിലേക്ക് എത്താൻ പുതിയ പാലം സഹായിക്കും. പഴയ മൂന്നാറിലെ 2 പാലങ്ങളായിരുന്നു പ്രളയത്തിൽ തകർന്നത്. അതിലൊരു പാലത്തിന്റെ നിർമ്മാണ ജോലികളാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയത്. സിറ്റി വിഷൻ, മൂന്നാർ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി,
വെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,835 രൂപ, പവന് 1,26,080 രൂപ, വെള്ളി ഗ്രാമിന് 230 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലപാട് വ്യക്തമാക്കിയ കർഷക സംഘടനകൾ. വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ മണ്ഡലത്തിൽ പൊതുസ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെന്ന റസാഖ് ചൂരവേലി സിറ്റി വിഷ്ണോട്. കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ അംഗീകരിച്ചത് UDF ആണെന്നും റസാഖ്. വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചു. ഇതോടെ ഓരോ മണ്ഡലത്തിലെയും തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി. പുഴയുടെ കുറുകെ ചെക്ക് ഡാം നിർമ്മിക്കുന്ന പ്രവൃത്തിയിൽ കരാറുകാരന്റെ അനാസ്ഥയിൽ 60ഓളം വീട്ടുകാരുടെ കുടിവെള്ളം പ്രതിസന്ധിയിൽ. വാത്തിക്കുടി പഞ്ചായത്തിലെ ചെമ്പകപ്പാറ ചപ്പാത്തുംപടി കുടിവെള്ള പദ്ധതിയിലുള്ള ഉപഭോക്താക്കൾക്കാണ് വേനൽക്കടുത്തതോടെ വെള്ളത്തിന് ക്ഷാമം നേരിട്ടിരിക്കുന്നത്. മൂന്നാറിൽ വീണ്ടും ഭീതി പരത്തി പടയപ്പയുടെ പരാക്രമം. കാറിന് നേരെയുണ്ടായ കാട്ടാനാക്രമണത്തിൽ നിന്നും വാഹനയാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു വാഹനയാത്രികർക്ക് നേരെ കാട്ടാനാക്രമണമുണ്ടായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.